Hello guys and welcome back to my YouTube channel. അപ്പോൾ ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി സ്പെഷ്യൽ. ഇത് അങ്ങനെ എത്ര സ്പെഷ്യൽ കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നും അല്ല, ബട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി എൻ്റെ യൂട്യൂബ് ചാനലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ. ഐ വിഷ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റത്തെ, ബിക്കോസ് ദിസ് ഒരു എക്സ്പെരിമെൻറ്റ് കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദ റീസൺ ഇസ് എനിക്ക് വിശക്കുന്നു. ഓക്കെ, ഇതാണ് മെയിൻ. അപ്പോൾ സാധാരണ ആൾക്കാർ വിശക്കുമ്പോൾ അവർ ചോറ് കഴിക്കുമായിരിക്കാം, ഗുണമുള്ള വെജിറ്റബിൾസ് കഴിക്കുമായിരിക്കാം, ഫ്രൂട്ട്സ് കഴിക്കുമായിരിക്കാം. പക്ഷേ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് കേക്ക് കേക്ക് ചോക്ലേറ്റ്. ഇത് എന്ത് തരം മാനസിക രോഗമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു വല്ലാത്ത രോഗമാണ്. ആൻഡ് ഐ വുഡൻ എൻകറേജ് ദാറ്റ്, ബിക്കോസ് നിങ്ങൾ വൺസ് ആ ഒരു ട്രാപ്പിൽ വീണാൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എന്നാൽ ഒത്തിരി കഷ്ടപ്പെടരുത്, കാരണം എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് സാധനം ഉണ്ടാക്കണം. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ കേക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഓൾറെഡി എല്ലാ മുട്ടയും എടുത്ത് തീർത്തു. ഇനി എൻ്റെ കയ്യിൽ ആകെ ഒരു മുട്ട മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾസോ എൻ്റെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡ ഇല്ല, ബട്ടർ ഇല്ല, പിന്നെ എന്താണ്, കൊക്കോ പൗഡറും ഇല്ല. അപ്പോൾ തളർന്ന് കൊടുക്കോ, അവിടെ നിങ്ങളുടെ ഹീറോ തളരത്തില്ല. പകരം ഇത് വന്നിട്ട് കൊക്കോ പൗഡർ അല്ല കേട്ടോ ഗൈസ്, ഇത് വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പൗഡറാണ്. അപ്പം ഞാൻ പണ്ട് കാഡ്ബറീൻ്റെ ഈ ഒരു പൗഡർ വെച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറയണത്, ലെറ്റ്സ് ട്രൈ. ആൻഡ് ഓൾസോ ഇത് റെഡി ആവുകയാണെങ്കിൽ ഗൈസ്, ദെൻ കുറേ പേർക്ക് അവരുടെ ക്രേവിങ്സ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ you can try it at home, because it's going to be a really simple recipe, quick recipe, and without oven obviously. ഞാൻ oven യൂസ് ചെയ്യാണ്ടായിരിക്കും ചെയ്യുന്നത്, which means നമ്മുടെ ഇൻഡക്ഷനിലോ നോർമൽ സ്റ്റൗവിലോ നിങ്ങൾക്ക് സാധാ പാത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണി റെസിപ്പീനെ ഞാൻ വിളിക്കുന്നില്ല, കേക്ക് എന്ന് പറയാം, കാരണം ഞാൻ ഇന്നവരെ ബ്രൗണീസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു ബൗളിലാണ് എല്ലാ കോണ്ടൻസും ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് begin. ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് അത് ഇച്ചിരി കൂടെ നല്ലതാണ് ഫോർ കേക്ക്. ആൻഡ് ഓൾസോ ഇതിവിടെ വില കുറഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ബാക്കിയൊക്കെ തള്ളുമെങ്കിലും ദ മെയിൻ റീസൺ ഇസ് ഇതിന് ഭയങ്കര വിലക്കുറവാണ്. ആൻഡ് ഓൾസോ പൗഡർഡ് ഷുഗർ ഈസ് ഈസി ഫോർ കേക്ക്. നമ്മൾ ഷുഗർ വാങ്ങിച്ച് പൊടിക്കുന്നതിനെക്കാട്ടിലും ഭേദം പൗഡർ ഷുഗർ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ കൊണ്ട് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഫ്ലഫി ആകുമ്പോഴത്തേനും നമ്മൾ അടുത്ത സാധനം ഇടാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇത് വാനില എക്സ്ട്രാക്ട്. ഫോക്കസ് മാൻ, എൻ്റെ മുഖത്തിൻ്റെ ഇവിടെ കാണിച്ച ഫോക്കസ് ആവും. ഓക്കെ, സോ ഇത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നമുക്കൊരു ലൈക്ക് 1 ടീസ്പൂൺ അത്ര അളവിന് മതി.
അപ്പോൾ ഗൈസ് സംഭവം അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ ബാറ്റർ ഇച്ചിരി തിക്കായപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പോൾ ഹിയർ ഗോസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആൻഡ് അടിപൊളിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ കട്ട് ചെയ്ത് നോക്കാം. ഒരു പേരെയും കിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് 2 സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ട്. അതെന്താ ഞാൻ എനിക്ക് പറയില്ല. സോ അതിൻ്റെയും കൂടെ ഒരു സെലിബ്രേഷൻ പോലെ നമുക്കിതിനെ കൂട്ടാം. എന്തായാലും സക്സസ് ആയല്ലോ. ഗൈസ് ഭയങ്കര സോഫ്റ്റാണ് ഗൈസ്. ടേസ്റ്റ് എനിക്ക് എൻ്റെ ആ ചോക്ലേറ്റ് പൗഡറിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൊള്ളാവില്ല എന്ന് എനിക്ക്. പക്ഷേ എൻ്റെ കൺസിസ്റ്റൻസി ആയിരുന്നു എനിക്ക് ഇച്ചിരി പേടി. ബട്ട് ഐ വിൽ ഷോ യു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സീ മൈ ഗോഡ്. സോ ഞാൻ പറഞ്ഞില്ല ടേസ്റ്റിൽ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. ബിക്കോസ് ആ ചോക്ലേറ്റ് പൗഡർ അത്രയും അടിപൊളിയാണ്. എനിക്ക് അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സും സ്ഥിരം കുടിക്കുന്നതാണ്. ബട്ട് ടു ഗുഡ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ പോയി കഴിക്കട്ടെ, എനിക്കിന്ന് സമയം കളയാനുള്ളതായിട്ടുണ്ട്. അപ്പം ഡു ട്രൈ ആൻഡ് കമൻറ്റ് ബിലോ വെതർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ശരിയായി വന്നോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ഫോളോ, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചൂസ്.